അന്യമായിക്കൊണ്ടിരിക്കുന്ന തഴപ്പായയെ ഉപജീവന മാർഗമാക്കി മാറ്റിയിരിക്കുകയാണ് എടത്തിരിഞ്ഞി ചെട്ടിയാൽ സ്വദേശി അടിപ്പറമ്പിൽ അശോകൻ. മൂന്നര പതിറ്റാണ്ടായി വീടുകളിൽ നിന്നും തഴപ്പായകൾ ശേഖരിച്ച് ചന്തയിൽ കൊണ്ടുവിറ്റാണ് ഈ 64-കാരൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 35 വർഷം മുമ്പാണ് തഴപ്പായ വിൽപ്പനയിലേക്കുള്ള അശോകന്റെ കാൽവെപ്പ്. തീരദേശ മേഖലയിൽ കൈതയോല സുലഭമായി ലഭിച്ചിരുന്നതിനാൽ ഭൂരിഭാഗം വീടുകളിലും അന്ന് തഴപ്പായ നെയ്ത്ത് സജീവമായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ മനോഹരമായി നെയ്തെടുക്കുന്ന മിതമായ വിലയിൽ ലഭിക്കുന്ന തഴപ്പായയ്ക്ക് ആവശ്യക്കാർ ഏറെയായിരുന്നു. തഴപ്പായയുടെ മികച്ച വിപണി സാധ്യതയാണ് അശോകനെ പായ വിൽപ്പനക്കാരനാക്കി മാറ്റിയത്. അഴീക്കോട് മുതൽ ചേറ്റൂർ വരെയുള്ള കടലോര ഗ്രാമങ്ങളിൽ നിന്നാണ് അന്ന് കൈതയോല പായകൾ ശേഖരിച്ചിരുന്നത്. ആഴ്ചയിൽ 200 മുതൽ 300 വരെ പായകളാണ് വീടുകളിൽ നിന്നും ശേഖരിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിറ്റിരുന്നത്. പിന്നീട് പ്ലാസ്റ്റിക് പായകൾ വിപണി കീഴടക്കിയതോടെ തഴപ്പായയ്ക്ക് ആവശ്യക്കാർ കുറഞ്ഞു. ഇത് തഴപ്പായ നെയ്ത്തുകാരെയും തളർത്തി. കൈതയോല കൃഷി നശിച്ചതും പായ വ്യവസായ രംഗത്തെ പ്രതികൂലമായി ബാധിച്ചു. വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പായകളുടെ എണ്ണം ആഴ്ചയിൽ 40 മുതൽ 50 വരെയായി ചുരുങ്ങിയതായി അശോകൻ പറയുന്നു. 250 മുതൽ 280 രൂപ വരെയാണ് തഴപ്പായകൾക്ക് ഇപ്പോഴത്തെ വില. തൊഴിലുറപ്പ് പദ്ധതി വന്നതോടെ പായ നെയ്ത്തുകാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതായും അശോകൻ പറയുന്നു. പ്ലാസ്റ്റിക്കിന്റെ പുല്ലാവുന്നതോടുകൂടി അതിന്റെ ചെലവ് വളരെ കുറവാണ്. മരിച്ചാൽ മാത്രമേ അതിനൊക്കെ പോകണുള്ളൂ. ഇതിനൊരു വില അങ്ങനെ കൂടുതൽ അങ്ങനെ കയറുന്നില്ല. 250 300 താഴെയായിട്ട് ഇങ്ങനെ നിൽക്കണം. കാര്യമായിട്ടൊന്നും പുരോഗമനമൊന്നുമില്ല. ബുദ്ധിമുട്ടില്ലാണ്ട് ഇങ്ങനെ പോകണ്ടെന്ന് മാത്രം. 64 വയസ്സ് കഴിഞ്ഞിപ്പോൾ ഇതിന്റെ മുകളിലൊരു പരിപാടി ചെയ്യാനുള്ള ഇടപാട് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഇല്ല, ചെയ്തിട്ട് കാര്യവുമില്ല. TCV കയ്പമംഗലം.